പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ സമാധാന ശ്രമങ്ങൾ അകലെയാണ്. ഗൾഫ് മേഖലയാകെ പ്രതിസന്ധിയിലാക്കി തുടരുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ വലിയ ആശങ്കയാണ് വിതയ്ക്കുന്നത്. ഇറാനിലെ മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ലോകമെങ്ങും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തിരഞ്ഞു കൊന്നൊടുക്കുക എന്നത് ഇസ്രായേൽ യുദ്ധരീതിയായിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നിലവിൽ സമാധാന ചർച്ചകളോ അതിനുള്ള പ്രാരംഭ ശ്രമങ്ങളോ ഒന്നും തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നില്ല. അലി ഖമീനയി കൊല്ലപ്പെട്ടതോടെ ഇറാൻ ഇനി സമാധാന ചർച്ചകൾക്ക് വഴങ്ങുന്നതിനുള്ള സാധ്യതയും കുറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് ഇറാനെ വീണ്ടും രാജഭരണത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിരീക്ഷണവും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഖമീനയെ വധിച്ചതിന് പിന്നാലെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാരിന് അധികാര കൈമാറ്റം നടത്തുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരുഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും സംഭാഷണത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണണമെന്നുമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാന് നേർക്കുണ്ടായ ആക്രമണം ഇതിനോടകം തന്നെ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും ഇത് ഇറാൻ അതിർത്തി കടന്ന് മുന്നോട്ട് പോവാനുള്ള സാധ്യതയുണ്ടെന്നും റഷ്യ പ്രതികരിച്ചു. സമാധാനവും സുരക്ഷിതത്വവും സ്ഥിരതയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തിയാണ് ഇറാനെതിരെ ഉണ്ടായിരിക്കുന്നതെന്നും റഷ്യ കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കേണ്ടിയിരുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി ബാദർ അൽ ബുസൈദി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീക്കങ്ങൾ പരിഭ്രമിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾ ലോക സമാധാനത്തിനോ അമേരിക്കയുടെ താൽപര്യങ്ങൾക്കോ ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം വിശദമാക്കി. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടാറസും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ചർച്ചകളിലൂടെ പരിഹാരം തേടാൻ ഞങ്ങൾ ഇറാനിയൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായി ഇറാനിയൻ ജനതയെ അവരുടെ ഭാവി തീരുമാനിക്കാൻ അനുവദിക്കണം. ജർമ്മനി, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത വാർത്താക്കുറിപ്പിൽ പറയുന്നു. ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം. ഓസ്ട്രേലിയ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ അമേരിക്കയുടെ നടപടികളെ അപലപിച്ചിട്ടുണ്ട്.